ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗിൽ എണീച്ച് ഒന്ന് ഫ്രഷായി അതിനുശേഷം നമ്മുടെ രാവിലത്തെ പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. കടന്നു കഴിഞ്ഞു. എനിക്കെല്ലാം വിചാരിച്ച പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. പറ്റുന്ന പോലെ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും ബാജിക്കറിയാണ് കേട്ടോ. ബാജിക്കറി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ആക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒന്ന് വെച്ചു. അത് ഒരു വലിയ സൈസായതുകൊണ്ട് ഒന്നെടുത്തു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അത് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാനൊന്ന് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. കാരണം കൈ പൊള്ളുമല്ലോ. ഒന്ന് അത്യാവശ്യം പെട്ടെന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അല്ലെങ്കിൽ എനിക്ക് ക്ഷമയില്ല കേട്ടോ. ഇതായിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആക്കി തീർക്കണമെന്നുള്ളൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഞാനത് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നന്നായിട്ട് കൈ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര പോലും ക്ഷമയില്ലേ ഈ കുട്ടിക്കെന്ന്. അങ്ങനെയല്ല കേട്ടോ, എന്നാലും ചൂടൊക്കെ ഉണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കില്ല, പ്രത്യേകിച്ച് കിച്ചണിലുള്ള പണികൾ. അപ്പോൾ അവൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി പറയും, കരച്ചിലായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആരുടെ അടുത്തും പോവില്ല. അതൊക്കെ ഒരു വാശിയാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിക്കും. എപ്പോഴാണ് എണീച്ച് വന്നിട്ട് ചൊറയാക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബാജിക്കറിയും ശരിക്കും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലേ. പക്ഷേ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് സംബന്ധിച്ച് കിഴങ്ങായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, അടുപ്പിക്കാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടോയെന്നായിരിക്കും അല്ലേ നിങ്ങളെ സംശയം. ഷുഗർ കുഴപ്പമില്ല, എന്നാലും ഷുഗർ ഐറ്റംസുകളൊക്കെ കുറക്കാൻ വേണ്ടി ഡോക്ടറുടെ കർശനമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ ഇഷ്ട വിഭവങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കിഴങ്ങും അതുപോലെ മറ്റ് മധുരം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ ഡയറ്റും കാര്യങ്ങളും പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ട് അതൊക്കെ കൺട്രോളിലാണ് കേട്ടോ പോകുന്നത്. കാര്യം കൺട്രോൾ എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ കൺട്രോളൊന്നും ഇല്ല കേട്ടോ. മിക്കപ്പോഴും കൺട്രോളൊക്കെ തെറ്റാറുണ്ട്. കാരണം വിചാരിച്ച പോലെ എന്താ പറയുക, ഡോക്ടർ പറയുന്ന കണക്കിനൊന്നും അങ്ങനെ നമുക്ക് ഡയറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. കാരണം ഈ ചായയൊക്കെ കുറക്കാൻ പറയും, അതേപോലെ മധുരമുള്ള ഐറ്റംസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടി പറയും. ക്വാണ്ടിറ്റിയിലേറെ അല്പം ശ്രദ്ധ വന്നു എന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഈ ബാജിക്കറി വളരെ എളുപ്പമല്ലേ ശരിക്ക്. സാധാരണ മറ്റുള്ള കറീനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കത് ആദ്യം പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സ്മാഷ് ചെയ്ത് മാറ്റിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അടുപ്പത്തൊരു 5 മിനിറ്റ് കടുക് വറുത്തിട്ട് ഒരു വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടത് കൊണ്ട് പിന്നെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വരട്ടിയെടുക്കുകയല്ലേ വേണ്ടുള്ളൂ. അതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുകയല്ല, നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. എന്നിട്ട് പിന്നെ ആ കിഴങ്ങും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ശരിക്കും റെഡിയാണ്. കാരണം വേറെ വലിയ പണിയൊന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ആക്കണമെങ്കിൽ നമുക്ക് പുട്ടും ബാജിക്കറിയും നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണല്ലേ. പാല് ബാലൻസ് ഉള്ളത് കൊണ്ട് ചായ വെച്ചു. എപ്പോഴും ചായ വെക്കാറില്ല, എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചായ വെക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പാല് ഉള്ളത് കൊണ്ട് വെച്ചാണ് കേട്ടോ. എന്നാലും കുറവാണ് കുടിക്കുന്നത്. എന്നാലും നമ്മൾ ഈ പുറത്ത് പോകുന്ന സമയത്ത്, അതായത് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും പുറത്ത് പോകുന്നത്, അപ്പോൾ ആ സമയത്തൊരു ചായ കുടിക്കാം എന്നുള്ളൊരു പോളിസിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി എപ്പോഴെങ്കിലും പാല് കൊണ്ടുവന്നാൽ പിന്നെ ചായ വെക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബാജിക്കറിയുടെ വിശേഷങ്ങൾ ഇതാ ഇവിടെ തീരാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. പിന്നൊന്നും നോക്കാനില്ല. പുട്ടും ബാജിക്കറിയും കിട്ടിയാൽ പിന്നെ വെട്ടി വിഴുങ്ങൽ തന്നെ. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് കിച്ചൺ ഡേ ഇൻ ലൈഫ് ഇവിടെ തീരുകയാണ് കേട്ടോ. വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.